വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ടൂർണമെന്റിലാണ് വിരാട് കോഹ്ലി അവസാനമായി ഇറങ്ങിയത്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപാണ് നിർണായകമായ പ്രഖ്യാപനം. 123 ടെസ്റ്റുകളിൽ നിന്നായി 9230 റൺസ് കോഹ്ലി നേടിയിട്ടുണ്ട്. 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെയാണ് കോഹ്ലിയുടെ തിളങ്ങുന്ന ഇന്നിംഗ്സ്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, പ്രയാസമുള്ള ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ ഈ വിരമിക്കൽ പ്രഖ്യാപനം വിരാട് കോഹ്ലി നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? നിരിമ 14 വർഷം നീണ്ട കരിയറിനാണ് വിരാട് കോഹ്ലി ഇപ്പോൾ ടെസ്റ്റ് കരിയറിനാണ് ഇപ്പോൾ വിരാമമിട്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങുന്നു എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയും ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് തൻ്റെ ടെസ്റ്റ് കരിയർ അതിവിടെ അവസാനിക്കുകയാണ്. വിരാട് കോഹ്ലിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏകദിനത്തിൽ മാത്രമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ആരാധകരെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതീക്ഷിച്ച ഒരു വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലടക്കം വിരാട് കോഹ്ലിയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പ്രചരിച്ചിരുന്നു. 2 ദിവസം മുൻപ് തന്നെ, അതായത് രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ താനും വിരമിക്കാൻ സന്നദ്ധനാണ്, അടുത്ത വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ടീമിൽ തന്നെയും ഉൾപ്പെടുത്തരുത് എന്ന് കാണിച്ച് BCCIയെ വിരാട് കോഹ്ലി സമീപിച്ചിരുന്നു. അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ വിരാട് കോഹ്ലിയുടെ ആവശ്യം, വിരാട് കോഹ്ലി വിരമിക്കരുത്, തുടരണം എന്ന് BCCI ആവശ്യപ്പെട്ടെങ്കിലും വിരമിക്കൽ തീരുമാനത്തിൽ കോഹ്ലി ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു തീരുമാനം ഔദ്യോഗികമായി പുറത്തിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇന്ന് ഈ ഒരു തീരുമാനം വിരാട് കോഹ്ലി തന്നെ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത് ഇറക്കിയ ഈ ഒരു തീരുമാനം എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനം, അതിൽ ടീം ഇന്ത്യക്ക് ഒരു പുതിയ നായകൻ, അത് ശുഭ്മാൻ ഗില്ലിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ശുഭ്മാൻ ഗില്ല് ഇന്ത്യയുടെ നായകനായി വരുന്ന ദിവസങ്ങളിൽ തന്നെ, ഈ IPL കഴിയുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷേ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ നായകനായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ തന്നെ BCCI ഒരു വാർത്താ സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട്. BCCI ഒപ്പം ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറും ഒപ്പം പരിശീലകൻ ഗൗതം ഗംഭീറും ചേർന്നൊരു വാർത്താ സമ്മേളനം അത് അടുത്ത ദിവസം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിൽ ഔദ്യോഗികമായി നായകനെയും ഒപ്പം തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ടീമിനെയും പ്രഖ്യാപിക്കും. ഇപ്പോൾ എന്തായാലും വിരാട് കോഹ്ലിയുടെ ആ ഒരു 123 ടെസ്റ്റ് മത്സരങ്ങൾ എന്ന ആ ഒരു കരിയർ അതിവിടെ അവസാനിക്കുകയാണ്. 9230 റൺസാണ് ടെസ്റ്റിൽ നിന്ന് വിരാട് കോഹ്ലി നേടിയത്. 30 സെഞ്ചുറികൾ അടക്കമാണ് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് എന്ന് പറയാൻ സാധിക്കും. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് 13-14 വർഷം നീണ്ട ആ ഒരു കരിയറാണ് ഇപ്പോൾ വിരാട് ഈ ഒരു അവസാനത്തിലേക്ക്, അല്ലെ ആദ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ടെസ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ 123 മാച്ച്, 210 ഇന്നിങ്സുകളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 9230 റൺസ് നേടിയിട്ടുണ്ട്. 254 എന്നുള്ളതാണ് വിരാട് കോഹ്ലിയുടെ ആ ഒരു ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത്. ഒപ്പം സ്ട്രൈക്ക് റേറ്റ് 55ആണ്. 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും ടെസ്റ്റിൽ വിരാട് കോഹ്ലി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും ഇപ്പോൾ എന്തായാലും വിരാട് കോഹ്ലി തൻ്റെ ആ ഒരു 14 വർഷം നീണ്ട കരിയർ അത് ഇവിടെ അവസാനിക്കുകയാണ് എന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീലിമ. നിഖിൽ, ഒപ്പം തന്നെ ഞാൻ എന്നോട് നീതി പുലർത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നുണ്ട്. അതിനാസ്പദമായ സംഭവം എന്തായിരിക്കാം? അതായത് വിരാട് കോഹ്ലിയുടെ ആ ഒരു വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നീലത്തൊപ്പി ധരിച്ചിട്ട് 14 വർഷമാകുന്നു. സത്യം പറഞ്ഞാൽ ഈ ഫോർമാറ്റ് എന്നെ പരീക്ഷിച്ചു, എന്നെ ഞാനാക്കി, ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ നൽകുകയും ചെയ്തു. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വെള്ള ജേഴ്സി ധരിച്ച് കളിക്കുമ്പോൾ ഏറെ സന്തോഷമാണ്. 5 ദിവസം നീണ്ട മത്സരങ്ങൾ, ശാന്തതയും കഠിനാധ്വാനവും നീണ്ട നിമിഷങ്ങളാണുള്ളത്. ഞാൻ കഠിനാധ്വാനം ചെയ്തു, അതിനേക്കാൾ എത്രയോ അധികം ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്ക് തിരികെ നൽകി. ഈ ഫോർമാറ്റിൽ നിന്നും തിരിച്ചു നടക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല, പക്ഷേ ഇത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഇതിനു വേണ്ടി നൽകി. തികഞ്ഞ നന്ദിയോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്. ഈ കളിയോടും ജനങ്ങളോടും ഒപ്പം കളിച്ചവരോടും എൻ്റെ വഴിയിൽ വന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ വിരാട് കോഹ്ലി പറയുന്നത്? അതായത് ക്രിക്കറ്റിന് വേണ്ടി ഞാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം നൽകി, അതിനും ഇരട്ടി ക്രിക്കറ്റ് എനിക്ക് നൽകി എന്നാണ് വിരാട് കോഹ്ലി തൻ്റെ ആ ഒരു വിടവാങ്ങൽ ഒരു പോസ്റ്റിൽ പറയുന്നത്. അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് ഞാൻ പരമാവധി താൻ ആസ്വദിച്ചു എന്നും വിരാട് കോഹ്ലി എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം തൻ്റെ ഒപ്പം കളിച്ച താരങ്ങൾക്കും തനിക്ക് മുൻപേ കളിച്ച താരങ്ങൾക്കും തനിക്ക് വഴികാട്ടിയവർക്കും ആരാധകർക്കും വിരാട് കോഹ്ലി എന്തായാലും നന്ദി പറയുന്നുണ്ട്. തന്നെക്കൊണ്ടാവുന്നതെല്ലാം
ക്രിക്കറ്റിന് വേണ്ടി താൻ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഇരട്ടി ക്രിക്കറ്റ് തനിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നും വിരാട് കോഹ്ലി തൻ്റെ ആ ഒരു വിരമിക്കൽ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് നീലിമ. ഒപ്പം തന്നെ നിഖിൽ, കഴിഞ്ഞ വർഷമാണ് രാജ്യാന്തര 2020 നിന്ന് വിരമിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായത്. വിൻഡീസിനെ തകർത്ത് T20 ലോകകപ്പ് നേടിയതിന് പിന്നാലെയായിരുന്നു ഈ വിരമിക്കൽ എന്നതും ശ്രദ്ധേയമാണ്. അതിൻ്റെ തൊട്ടുപുറകെയാണ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുന്നത്. തീർച്ചയായും നീലിമ, അതായത് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ആ ഒരു അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ആ ഒരു T20 ലോകകപ്പ്, അതിൽ ഇന്ത്യ കിരീടം ചൂടിയിരുന്നു. ആ കിരീടധാരണം ദക്ഷിണാഫ്രിക്കയെ തകർത്തുകൊണ്ട് ഇന്ത്യ കിരീടം ചൂടിയതിന് തൊട്ടു പിന്നാലെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഇന്ത്യയുടെ 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നത്. ഈ ഒരു മത്സരം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കൽ പ്രഖ്യാപനം, തൊട്ടടുത്ത ദിവസം രവീന്ദ്ര ജഡേജയുടെയും വിരമിക്കൽ പ്രഖ്യാപനം വന്നു. ഇനി 2020 ഫോർമാറ്റിലേക്കില്ല, യുവതാരങ്ങൾക്ക് വേണ്ടി തങ്ങൾ വഴിമാറുന്നു എന്നാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അന്ന് പറഞ്ഞത്. അതായത് അവർ ഒരു കിരീടം ചൂടിക്കൊണ്ട് പടിയിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇങ്ങോട്ട് ഏകദിനത്തിലും 2020-ലും ഏകദിനത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും തീരുമാനം. അന്ന് ഈ ഒരു വിരാട് കോഹ്ലിയും ഒപ്പം രോഹിത് ശർമ്മയും പറഞ്ഞത് 2020-ൽ നിന്നും മാത്രമാണ് വിരമിക്കുന്നത്, മറ്റ് 2 ഫോർമാറ്റിലും തങ്ങളിവിടെ തുടരും എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ എന്നാൽ പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ ചില ഫോം കണ്ടെത്താൻ ഇരു താരങ്ങളും ടെസ്റ്റിൽ ചില മത്സരങ്ങളിലെങ്കിലും ബുദ്ധിമുട്ടേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അടക്കം നമ്മൾ കണ്ടതാണ്. ന്യൂസിലൻഡിനെതിരെയുള്ള പര്യടനത്തിലൊക്കെ ഇരു താരങ്ങളും ടീം ഇന്ത്യയുടെ മോശം പ്രകടനം, മൊത്തത്തിൽ ടീം ഇന്ത്യയുടെ മോശം പ്രകടനം, അത് ഈ ഒരു ടീമിനെ പൂർണ്ണമായും പൊളിച്ചെഴുതണം എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഒരു പൊളിച്ചെഴുത്തിന് തങ്ങൾ തന്നെ മുന്നിലേക്ക് ഇറങ്ങുന്നു എന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പറയുന്നത്. അതായത് പുതിയ താരങ്ങൾ, അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫിയിൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരുപിടി യുവ താരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സീനിയർ താരങ്ങളായ തങ്ങൾ വഴിമാറുകയാണ്. ഇതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്നാണ് ഇരുവരും പറഞ്ഞു വെക്കുന്നത്. അതായത് ഏറ്റവും തങ്ങൾക്ക് വിരമിക്കാൻ, അതായത് പുതിയ താരങ്ങൾക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. കാരണം ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് ഒരു വലിയ സീസൺ, പുതിയൊരു സീസൺ ആരംഭിക്കുകയാണ്. അതായത് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള സീസൺ ആരംഭിക്കുകയാണ്. കാരണം കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ ഒരു തോൽവിക്ക് ശേഷം ഇങ്ങോട്ട് അടുത്തൊരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നു. അപ്പോൾ പുതിയൊരു ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ പുതിയൊരു സീസണിലേക്ക് കടക്കുമ്പോൾ പുതിയ താരങ്ങൾക്ക് വളർന്നു വരാൻ അവസരം. കഴിഞ്ഞ രഞ്ജിയിലടക്കം IPL-ലടക്കം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരങ്ങളുണ്ട്. ഈ IPL-ലെ പ്രകടനവും രഞ്ജി ട്രോഫി മത്സരങ്ങളിലെ പ്രകടനവും ഒപ്പം ആഭ്യന്തര ടൂർണമെൻറ്റിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരുപിടി താരങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി തങ്ങൾ പടിയിറങ്ങുന്നു എന്നാണ് ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എന്തായാലും പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പാണ്. ഈ ഒരു ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിച്ചേക്കും, അവർ ടീമിൻ്റെ ഭാഗമാകും എന്ന് മുൻപ് തന്നെ ഗൗതം ഗംഭീർ പറഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഇനി അവരുടെ ശ്രദ്ധ ഏകദിനത്തിൽ മാത്രമാണ്. ഇന്ത്യൻ ടീമിനെ, അതായത് 2020-ൽ ലോക കിരീടത്തിൽ എത്തിച്ചതിന് സമാനമായി ഏകദിനത്തിലും നമ്മൾ കണ്ടതാണ്. 2023-ൽ ഭാരതത്തിൽ നടന്ന ആ ഒരു ലോകകപ്പാണ്. അന്ന് ഓസ്ട്രേലിയക്കെതിരെ ഫൈനൽ ഇന്ത്യ തോറ്റ് ഈ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ കിരീടം ഇന്ത്യക്ക് നഷ്ടമായതാണ്. ആ ഒരു കിരീടം അടുത്ത വരാനിരിക്കുന്ന ലോകകപ്പിൽ 2027-ൽ നേടുക എന്നതാണ് ഇനി വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുമായൊക്കെ കൂട്ടിച്ചേർന്ന് വായിക്കാൻ സാധിക്കുന്നത് ആ ഒരു ലോകകപ്പോടുകൂടി ഇരുവരും പൂർണ്ണമായും മത്സരം മതിയാക്കിയേക്കും എന്നുള്ളതാണ്. പക്ഷേ സാഹചര്യം മോശമായാൽ അതിന് മുൻപ് തന്നെ അവർ ഈ ഒരു ഏകദിന ഫോർമാറ്റിൽ നിന്നും പടിയിറങ്ങാൻ സാധ്യത, അതും നമുക്ക് തള്ളിക്കളയാൻ എന്തായാലും സാധിക്കില്ല. പക്ഷേ നിലവിലത്തെ ഫോമിൽ ഇരുവരും ഏകദിനത്തിൽ തുടരും. അത് അടുത്ത വരാനിരിക്കുന്ന ലോകകപ്പ് വരെ ഇരുവരും തുടരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇനി ടീം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് കണ്ടതാണ് 2020-ൽ പുതിയ നായകൻ വന്നു. സൂര്യകുമാർ യാദവ് എന്ന പുതിയ നായകനെ പരീക്ഷിച്ചു. അത് ഒരർത്ഥത്തിൽ വലിയ രീതിയിൽ വിജയം കണ്ട ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. കാരണം ഈ സമീപകാലത്തെ ഇന്ത്യയുടെ 2020 പ്രകടനങ്ങൾ നോക്കിയാൽ സൂര്യകുമാർ യാദവ് എന്ന പുതിയ നായകന് കീഴിൽ ഗംഭീര പ്രകടനമാണ് ടീം ഇന്ത്യ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ടെസ്റ്റിലേക്കും പുതിയ നായകനെ പരീക്ഷിച്ചുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾ, യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയുള്ള പരീക്ഷണങ്ങൾ, അതൊക്കെയാണ് ഇനി എന്തായാലും നമ്മൾ വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ആ ഒരു ടീം, അതിനെ ജൂണിൽ നടക്കുന്ന ആ ഒരു പര്യടനത്തിലുള്ള ടീമിന് എന്തായാലും ഉടൻ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും. പുതിയ നായകൻ ശുഭ്മാൻ ഗിൽ ആണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ശുഭ്മാൻ ഗിൽ എന്ന പുതിയ നായകനെ ഔദ്യോഗികമായി അടുത്ത ദിവസം ടീം ഇന്ത്യ പ്രഖ്യാപിക്കും. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, 3 ഫോർമാറ്റിലും 3 നായകൻ എന്ന മുൻപ് പലവട്ടം പറഞ്ഞ സീനിയർ താരങ്ങളടക്കം പറഞ്ഞ ആ ഒരു രീതിയാണ്. അതായത് 3 ഫോർമാറ്റിലും 3 നായകന്മാർ, ടെസ്റ്റിലൊരു നായകൻ, ഏകദിനത്തിലൊരു നായകൻ, 2020-ലൊരു നായകൻ, ആ ഒരു ഫോർമാറ്റിലേക്ക് ടീം ഇന്ത്യ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത്. നീലിമ.
2014 അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഭാഗമായി ക്യാപ്റ്റനാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് വലിയ വിജയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതുവരെയുള്ള ഈ ഒരു 10 വർഷത്തെ ഈ ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ നോക്കിക്കാണേണ്ടത്? അതിലൊരു തിരുത്തുണ്ട്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് ഇന്ത്യക്കായി ടെസ്റ്റിൽ വിരാട് കോഹ്ലി അരങ്ങേറ്റം കുറിക്കുന്നത്. 2011 അവിടെ നിന്ന് ഇങ്ങോട്ട് 14 വർഷം നീണ്ട കരിയർ. നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, 14 വർഷം നീണ്ട കരിയർ. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ അദ്ദേഹം കിങ്സ്റ്റണിൽ നടന്ന മത്സരത്തിലാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നീണ്ട ആ ഒരു 14 വർഷമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ നീണ്ടു നിന്നത്. മികച്ച പ്രകടനം തന്നെ അദ്ദേഹം പുറത്തെടുത്തു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം അത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. അതായത് ടീമിന് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് കൂടുതലായും വിരാട് കോഹ്ലി എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം, ആ ഒരു താരത്തിൻ്റെ പ്രകടനമൊക്കെ നമ്മൾ കാണുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു ശരാശരിയിലും താഴേക്ക് പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം ടീമിനെ നയിച്ചപ്പോഴൊക്കെ വളരെ മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ടീമിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ആരെക്കൊണ്ടും തകർക്കാൻ, അതായത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന ആ ഒരു ഇതിഹാസ താരം അദ്ദേഹം പടുത്തുയർത്തിയ റെക്കോർഡുകൾ അതിനി ആരും തകർക്കില്ല എന്ന് കരുതിയിരുന്ന റെക്കോർഡുകൾ പലതും തകർത്ത ഒരു താരം കൂടിയാണ് ഈ ഒരു വിരാട് കോഹ്ലി. അതായത് സച്ചിൻ, ക്രിക്കറ്റിലെ ഇതിഹാസം, ദൈവം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സച്ചിൻ്റെ പല റെക്കോർഡും തകർത്ത ഒരു താരം കൂടിയാണ് വിരാട് കോഹ്ലി എന്ന് പറയാൻ സാധിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ മികച്ച നായകന്മാരിൽ ഒരാൾ എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം 68 ടെസ്റ്റുകളിലാണ് വിരാട് കോഹ്ലി ഇന്ത്യയെ നയിച്ചത്. അതിൽ 40 ടെസ്റ്റുകളിലും 68-ൽ 40 എണ്ണത്തിലും ടീമിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതായത് ടെസ്റ്റിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 58.82% കോഹ്ലി എന്ന നായകൻ്റെ വിജയ ശതമാനം. ഒപ്പം വിദേശ മണ്ണിലെ ആ ഒരു ചരിത്ര നേട്ടങ്ങൾ 2018-19 ആ ഒരു വർഷത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി, അത് ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായിട്ട് ഇന്ത്യ പരമ്പര വിജയം നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ പരമ്പര നേട്ടത്തിന് ആ ഒരു അരികെത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഒക്കെ വിരാട് കോഹ്ലി എന്ന ആ ഒരു. ഓക്കെ നിഖിൽ, ഒന്ന് തുടരുക. ഇപ്പോൾ കൃഷ്ണരാജ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പ്രയാസമുള്ളതെങ്കിലും ശരിയായ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രഖ്യാപനം അദ്ദേഹം ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നത്. എങ്ങനെ കാണാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനത്തെ? ലോക ക്രിക്കറ്റിലെ ഏറ്റവും ആക്രമണോത്സുകതയുള്ള കളിക്കാരൻ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറയുന്നു എന്നാണ് ഒറ്റ വരിയിൽ അതിനെ പറയാനാവുക. കാരണം എപ്പോഴും ക്രിക്കറ്റിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന, എത്ര മുതിർന്ന താരമായിട്ടും കളിയിൽ ഇത്രയേറെ സീനിയോറിറ്റി ഉണ്ടായിട്ടും ഓരോ നിമിഷവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന, എതിരാളി ആരായാലും മുഖത്ത് നോക്കി മറുപടി പറയുന്ന ഏറ്റവും അഗ്രസീവായ ക്രിക്കറ്റർ അതാണ് വിരാട് കോഹ്ലി എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു യുഗം അവസാനിക്കുകയാണ്. ഇതുപോലെ 2020 ലോകകപ്പ് നേടിയതിന് തൊട്ടു പിന്നാലെ 2020 ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മ വിരമിക്കുന്നു, വിരാട് കോഹ്ലി വിരമിക്കുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മ വിരമിച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും വിരാട് കോഹ്ലിയും വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തമ്മിൽ അടിക്കുന്ന താരങ്ങൾ എന്ന് പ്രചരിക്കപ്പെട്ട 2 പേരാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. അവർ 2 ഗ്രൂപ്പുകളായാണ് ക്രിക്കറ്റിൽ നിലകൊള്ളുന്നതെന്ന് ആക്ഷേപം വന്നിരുന്നു. അപ്പോഴും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പലവട്ടം ആവർത്തിച്ചു പറഞ്ഞ 2 പേർ, അവരിൽ 2 പേരും കൂടി ടെസ്റ്റ് ക്രിക്കറ്റിനോടും ആദ്യം 2020 വിട പറയുമ്പോൾ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിലെ മറ്റൊരു യുഗമാണ്. നമുക്ക് എടുത്തു പറയാവുന്ന പല പേരുകളുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ, വീരേന്ദ്ര സേവാഗ്, BVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ്, യുവരാജ് സിംഗ്, അങ്ങനെ ചരിത്ര താരങ്ങൾ ഒരു പിടി കടന്നു പോകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്താകും എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം വിരാട് കോഹ്ലി എന്നായിരുന്നു. അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗ്രൗണ്ടിൽ ഏറെ വിജയ ശതമാനമുള്ള ആളാണെങ്കിൽ ഒരു മികച്ച ക്യാപ്റ്റൻ ആണോ എന്ന് പലവട്ടം ചോദ്യം ചെയ്യപ്പെട്ട ആളായിരുന്നു. പക്ഷേ ക്രിക്കറ്റർ, ഒരു താരം എന്ന നിലയിൽ എന്തിനേയും മറികടക്കാനുള്ള കെൽപ്പ് തന്റെ പ്രകടന മികവിലൂടെ മറുപടിയായി കാട്ടിക്കൊടുത്ത ആളാണ്. ഈ ചേസിംഗ് മാസ്റ്റർ എന്നൊരു വിളിപ്പേരുണ്ട് വിരാട് കോഹ്ലിക്ക്. അതായത് 300-ലേറെ റൺസ് ആയാലും 400 ആയാലും, ഒരിക്കൽ ശ്രീലങ്കയുടെ ഒരു സ്കോർ 369 മറ്റോ ആണ്, 35 ഓവറിനുള്ളിൽ മറികടന്നാൽ മാത്രം ഇന്ത്യ മുന്നേറും എന്ന ഘട്ടത്തിൽ ആ സ്കോർ 34.1 ഓവറിൽ, അതും മലിംഗയെ തുടരെ അടിച്ച് തകർത്ത കാഴ്ച. മലിംഗ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ അഗ്രഷൻ കൊണ്ട്, കളിമികവിനൊപ്പം അഗ്രഷൻ കൊണ്ട്, അതായത് ഒരു താരത്തോട് അഗ്രസീവായി പെരുമാറുക, അതിനുശേഷം വിജയിച്ചു കയറുക, അതായിരുന്നു വിരാട് കോഹ്ലിയുടെ ശീലം. അങ്ങനെ അഗ്രസീവ് ആവുകയും ആ കളിക്കാരൻ പരാജയപ്പെട്ടു പോവുകയും ചെയ്താൽ പിറ്റേന്ന് ഏറ്റവും വലിയ വാർത്തയാകുന്നത് വിരാട് കോഹ്ലി എന്ന പാളിപ്പോയ കളിക്കാരനെ കുറിച്ചാവും. പക്ഷെ ഒരു തവണ പോലും വിരാട് കോഹ്ലി എന്ന അഗ്രഷനുള്ള കളിക്കാരൻ പാളിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്തുടരുന്ന
സ്കോറുകളെയൊക്കെ അതിവേഗം മറികടക്കാൻ കെൽപ്പുള്ള ഏറ്റവും മികച്ചൊരു ക്രിക്കറ്ററായിരുന്നു വിരാട് കോഹ്ലി. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വിധം നമ്മൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദ്ര സേവാഗ്, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, യുവരാജ് സിംഗ്, VVS ലക്ഷ്മൺ, ഇങ്ങനെ ഏറ്റവും മികച്ച ഒരു കാലം ക്രിക്കറ്റിൽ നമുക്ക് സമ്മാനിച്ച 4-5 താരങ്ങളൊക്കെ പടിയിറങ്ങി പോകുമ്പോൾ ഇവർക്ക് പകരം ആരാകും ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരവായിരുന്നു. അവർക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്തത് പലത് നേടിയെടുത്ത താരമായിരുന്നു വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിലും 2020-യിലും ഇനി വിരാട് ഇല്ല എന്നോർക്കുമ്പോൾ സത്യത്തിൽ വലിയൊരു ശൂന്യത അവിടെ ഉണ്ടോ എന്ന ചോദ്യം. പക്ഷേ ഒരേ സമയം 2-3 പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെന്റുകളിലേക്ക്, ചാമ്പ്യൻഷിപ്പുകളിലേക്ക് പറഞ്ഞുവിടാൻ പറ്റുന്നത്ര വിധം ഇന്ത്യൻ കായിക ക്രിക്കറ്റ് താരങ്ങളുടെ മികവ് ഏറെ മെച്ചപ്പെട്ട ഈ കാലത്ത് വിരാട് കോഹ്ലി വിരമിക്കുമ്പോൾ ശൂന്യത എന്ന വാക്കിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അത്രയേറെ അഗ്രസീവായ, കളിമികവുള്ള, പരിക്കുകൾ പോലും ഒരു കാലത്തും പരിക്കേറ്റ് വിരാട് കോഹ്ലി പുറത്തിരുന്നു എന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. വിരാട് കോഹ്ലിക്ക് വിശ്രമം കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ ആ താരത്തിന്റെ താഴേക്കുള്ള പോക്ക് തോന്നിപ്പിക്കുന്ന സമയങ്ങൾ, മോശം ഫോം വന്ന സമയങ്ങളിലൊക്കെ വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പരിക്കേറ്റ് വിരാട് കോഹ്ലി എപ്പോഴാണ് പുറത്ത് ഇരുന്നിട്ടുള്ളത്? അതായത് അഗ്രസീവാണ്, ടോട്ടൽ ക്രിക്കറ്ററാണ്. അതിനെല്ലാം അപ്പുറത്ത് ഇത്രയേറെ ഫ്ലെക്സിബിളായ, ഇത്രയേറെ കായികക്ഷമതയുള്ള ഒരു താരം ഇന്ത്യക്ക് എക്കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറയണം. അതാണ് വിരാട് കോഹ്ലി. നീലിമ. യെസ്, ഒരു പതിറ്റാണ്ടിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായ സൂപ്പർ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.